രാമസദാ പാതുമാം പ്രസീദജാനകീനാഥ ശ്രീരാമ കരുണാനിധേ മാമുത്തര ജഗന്നാഥ ഘോരാൻ സംസാരസാഗര ശരണം മേ ജഗന്നാഥ ശരണം തത്രവത്സല വരദോഭവമേനാഥ ശരണം മേ രഘുത്തമം നമോ ശ്രീരാമചന്ദ്രായ ശരണാഗത തത്പര ത്രാഹിമാം സർവലോകേശ താപത്രയമാനര ശ്രീമദ് രാമായണാഖ്യോയം പ്രത്യക്ഷ ശ്രീരാമചന്ദ്രഹി സർവാൻ കാമാനവാപ്നോതി ഇഹലോകേ പരത്രജ പുരാഗിരി സംഭൂത ശ്രീരാമാർണവസുഹൃദ അധ്യാത്മരാമഗംഗേയം നാദി വനത്രയം രാമോരുമായോ രഘുവരോ രാജീവനേത്രാഞ്ജിതോ രാജിദ്രോ രഘുപുംഗവോ ഗുരുരഘുപുരോത്തം സോ രഘുദമ്പതി രാമോ രക്തസനാശനോ വിതകലോ രാജ്യം രാജേന്ദ്രപൂർണാനനോ രാജർക്കിങ്ങിണി ഗംഗണങ്കിതകലോ രാമസദാവാമം രാമോ രാജമണി സദാ വിജയതേ രാമപ്രമേശം വദേ രാമേണാവേദാദിശാചരജമം രാമായ തസ്മൈ നമഃ രാമേണാസ്തി പരായണം വരദരം രാമസ്യ ദാസോസ്മ്യഹം രാമേ ചിത്തലയ സദാ ഭവതു മേ ഭോ രാമ മാമുദ്ധര ശ്രീരാമം നവരത്നകുണ്ഡലധരം ശ്രീരാമരക്ഷാമണി ശ്രീരാമന്യസഹസ്രഭാനുസൃശം ശ്രീരാമചന്ദ്രോദയം ശ്രീരാമശ്രുതികീർത്തനം ഗുരുസദാ ശ്രീരാമമുക്തിപ്രദം ശ്രീരാമം രഘുനന്ദനം ഭയകരം ശ്രീരാമചന്ദ്രം ഭജി കുർവത്തെ ദത്തരാജ്യോപചരതരവനം പത്മവത്യാം പ്രിയായ പാണിസ്പർശാക്ഷമാഭ്യം ഹരീന്ദ്രാനുജാഭ്യാം വൈരുഗ്യശുർപ്പണാഖ്യാ പ്രിയവിരഹരുഷാരൂപിതഭ്യൂചർത്തത്രാപ്തിർദഗ്ധസേതോകരതവരാന കോസലേന്ദ്രോവതം യസ്യാമലം നൃപസദസ്സു യശോധുനാദിഗായന്തി ഗജ്ഞമസിയോദിഗിരീന്ദ്രവട്ടം തമ്മാഗമാലപശുപാലകീകരുഷ്ടപദാം ഭുജം ജപതി ശരണം പ്രപദ്യേ അവതാരവകർത്താരം സാധാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂഷോ നമഃ ജന്തം രാമ രാമീതി മധുരം മധുരാക്ഷരം ആരോഗ്യകവിതാശാഖം വന്ദേ വാൽമീകിയോകിലം വാൽമീകേന പുനിസംഹസ്യ കവിതാവനചാരിണം ശൃംഗൻ രാമഗജാനാദം പോലയാതി പരം ഗതി യപ്പിവൻ സതതം രാമചരിതസ്യ രാമചരിതാമൃതസാഗരം അകൃത്തസ്ത്വം മുനിം വന്ദേ രാജേരസമകൽവശം ോദരഗന്ധികാന്തമനിശം വീരാസനത്യാസിനം മുദ്രാജ്ഞാനമയം ദദാനമപരം ഹസ്താം ഭുജം ജാനകി സീതാം പാർശ്വഗജാം വരോരുഹരകരം വിദ്യുന്നിഭാം രാഘവം പശ്യന്തം മുകുടംഗദാദിവിധാനോജ്വലംഗം ശ്രീരാമായ നമഃ അനഗീകന്ദസ്മരണം ജയ ജയ രാമ രാമ സംസാരസാഗരസമുദ്ധരണീകമന്ത്രം ബ്രഹ്മാദിയോഗി നിപൂജിതസിദ്ധമന്ത്രം ദാരിദ്ര്യദുഃഖപരോഗവിനാശമന്ത്രം വന്ദേ മഹാഭയഹരം രഘുനാഥമന്ത്രം വന്ദേ മഹാഭയഹരം രഘുനാഥമന്ത്രം അനഗീകന്ദസ്മരണം ജയ ജയ രാമ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമ ശരണം സമസ്ത ജഗജാം രാമം വിനാ കാഗതി രാമേണ പ്രതിഹന്യതേ കലിമലം രാമായ കാര്യം മമ രാമാപ്രസ്ഥ്യതി കാലഭീമഭുജോ രാമസ്യ സർവം വശേ രാമീ ഭക്തിരഖണ്ഡിതാ ഭവതു മേ രാമത്വമേവാശ്രയം ചിത്രകൂടാലയം രാമമിന്ദിരാനന്ദമന്ദിരം വന്ദേ ജപരമാനന്ദം ഭക്താനാമഭയപ്രദം ബ്രഹ്മ വിഷ്ണു മഹേശാഖ്യായസ്യാം ശാലോകസാദികാഃ തമാദിദേവം ശ്രീരാമം ശുദ്ധം പരമം ഭജേ അനഗീകന്ദസ്മരണം
രാമ രാമ. ശ്രീരാമചന്ദ്രൻ കാട്ടിലേക്ക് പോകാൻ തയ്യാറായിക്കൊണ്ട് ഓരോരുത്തരോട് ചെന്ന് അതാ കാട്ടിലേക്ക് പോവുകയാണ് എന്ന വസ്തുത പറയുന്ന ഭാഗം വെച്ചായിക്കൊണ്ടാണ് നമ്മൾ നിലനിർത്തിയത്. അവിടെ ശ്രീരാമചന്ദ്രൻ ഓരോരുത്തരോടും ചെന്ന് തന്റെ വേണ്ടപ്പെട്ട മാതാവ് കൗസല്യാദേവിയോട് ചെന്ന് പറയുന്ന സമയത്ത് കൗസല്യാദേവി ആദ്യമൊക്കെ വിഷമിച്ചെങ്കിലും പിന്നീട് ശ്രീരാമനെ അനുഗ്രഹിച്ച് സുസ്ഥിരം ചെയ്യുന്നതായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ഈ വാൽമീകിരാമായണത്തില് മന്ത്രങ്ങളുടേതായിട്ടുള്ള പല രീതി. ഈ ഭാഗം, അതായത് മാതൃസ്വസ്ഥീകരണം എന്ന് പറഞ്ഞു വരുന്ന ഈ ഭാഗം ഇവിടെ ഒന്ന് പാരായണം ചെയ്യാൻ കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് സാധാരണ വിദേശത്തൊക്കെ അല്ലെങ്കിൽ തങ്ങളെ വിട്ടു പോകുന്ന പുത്രന്മാർക്ക് പുത്രിമാരുടേതായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടിക്കൊണ്ട് അവർക്ക് മംഗളം സംഭവിക്കാനായിക്കൊണ്ട് അച്ഛനമ്മമാര് പാരായണം ചെയ്യുന്നത് വളരെ അത്യുത്തമമാണ്. അങ്ങനെ ഒരു രീതി വടക്കേ ഇന്ത്യയിൽ, ഉത്തരേന്ത്യയില് വാൽമീകി രാമായണ പാരായണം. അപ്പൊ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ ദൂരത്ത് മാറി താമസിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ആധുനിക ലോകം. ആരും ആരോടൊപ്പം അധിക കാലം താമസിക്കുന്നില്ല. പുത്രന്മാരും പുത്രിമാരും വളർന്നു വരുമ്പോ അവരൊക്കെ പല കാരണങ്ങളെ കൊണ്ടും പല കർമ്മങ്ങളെ കൊണ്ടും അച്ഛനമ്മമാരെയൊക്കെ പിരിഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാലഘട്ടം. അപ്പൊ അച്ഛനമ്മമാർക്ക് ആ പുത്രന്മാരും പുത്രിമാരോട് ആസ്ഥയുണ്ടാവും, അവർക്ക് നല്ലത് വരണം എന്നുള്ളതായ ചിന്തയുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള അച്ഛനമ്മമാരെ നിത്യം ജപിക്കുന്ന ഒരു മന്ത്രമായിട്ടാണ് വാൽമീകി രാമായണത്തില് അയോധ്യാകാണ്ഡത്തിലെ 25-ാം സർഗം, പഞ്ചവിംശ സർഗം. പുസ്തകങ്ങളുള്ള ആളുകൾക്ക് നോക്കി വയ്ക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ അധികം ശ്ലോകങ്ങളില്ല. നിത്യം പാരായണം ചെയ്യുന്നത് തങ്ങളെ പിരിഞ്ഞിരിക്കുന്ന, ഇവിടെ ശ്രീരാമന് വേണ്ടിക്കൊണ്ട് കൗസല്യാദേവി ചെയ്ത മന്ത്രമാണ്. ശ്രീരാമന് ആ കാട്ടിലുള്ള ജീവിതവും ഒക്കെ വളരെ ഭംഗിയായിട്ട്, ഏറ്റെടുത്ത കാര്യം വളരെ ഭംഗിയായിട്ട് ചെയ്ത് തിരിച്ചു വന്ന് തനിക്ക് ശ്രീരാമചന്ദ്രനുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് ആശിസാണ്. സ്വസ്തിയാണ് എന്നറിയാം, മാതൃസ്വസ്തിയാണ് എന്നാണ് അതറിയാം. ഭാഗമൊന്ന് പാരായണം ചെയ്യാം. എന്തായാലും അത് നിങ്ങൾക്ക് വാൽമീകി രാമായണ പുസ്തകമുള്ള ആളുകൾക്ക് 25-ാം സർഗം, അയോധ്യാകാണ്ഡത്തിൽ 25-ാം സർഗത്തിലാണ് ഈ ശ്ലോകങ്ങൾ വരുന്നത്. ഒന്ന് പാരായണം ചെയ്യാം. എന്തായാലും വാൽമീകി രാമായണത്തിൽ വരുന്ന ഭാഗം മംഗളാനി മനസ്വിനി ശക്യസേവാരയിതം ഗച്ഛേതാനിം രഘൂത്തമ ശീഘ്രം ജഗനിവർത്തസ്വാവർത്തസ്വയസ്തംപതി യം പാലയസി ധർമ്മത്വം ദൃഷ്ട്വാ ചാനിയമേന ച സവേരാഗവശാർത്തൂരം ധർമ്മസ്വാമഭിരക്ഷതു യദ്ഭ്യ പ്രണമസേ പുത്ര ദേവേഷ്വായതനേഷു ച ദേവേ ച ത്വാമഭിരക്ഷന്തു വനേ സഹ മഹർഷിഃ യാനി ദത്താനി വേസ്ത്രാണി വിശ്വാമിത്രേണ ധീമതാം ത്വാനി ത്വാമഭിരക്ഷന്തു ഗുണൈഃ സമുദിതം സദാ വിദുശുശ്രൂഷയാ പുത്രാ മാതൃശുശ്രൂഷയാ തദാ സത്യേന ച മഹാബാഹോ ചിരം ജീവാഭിരക്ഷിതഃ സ്മിതമുശ്ച പവിത്രാണി വേദശ്ചായതനാനി ച സ്തംഭിതാനി പവിത്രാണി ശൈലാവൃക്ഷാസ്തുപാനുടാഃ പദഗോപന്നഗാ സിംഹസ്ത്വാം രക്ഷന്തു നരോത്തമാ സ്വസ്തി സാധ്യാശ്ച വിശ്വേജാ മരുദ്ധശ്ച മഹർഷയ സ്വസ്തി ദാതാ വിദാതാ ച സ്വസ്തി ഭൂഷാദപര്യമാ യോഗമാലാശ്ച തേ സർവാ വാസവപ്രമുഖാസ്തദാ ഋതവശ്ചൈവ പക്ഷാശ്ച മാസാ സംവത്സരാക്ഷപാ ദിനാനി ച മുഹൂർത്തശ്ച സൃഷ്ടി കുർവന്തി സദാ സ്മൃതിർധൃതീശ്ച കർമ്മശ്ച ബന്ധുത്വം പുത്ര സർവദാ സ്കന്ദശ്ച ഭഗവാൻ ദേവ സോമശ്ചേന്ദ്രോ ബൃഹസ്പതി സപ്തർഷയോ നാരദശ്ച തേ ത്വാം രക്ഷന്തു സർവദാ തേ ചാമി സർവദ സിദ്ധാ ദിശശ്ച ഈശ്വരഃ സ്തുത സുധാ മയാ വനീതസ്മിൻ പാന്തുത്വാം പുത്ര സർവശ ശൈലാ സർവേ സമുദ്രാശ്ചാരാച വല്ലാ
വാചാവരുണയേവ ചാം ഗൗരന്തരീക്ഷാം പൃഥിവീ നദ്യഃ സർവാസ്തഥൈവ നക്ഷത്രാണി സർവാണി ഗ്രഹാശ്ച സഹദേവത അഹോരാത്രേ തഥാ സന്ധ്യേ പാന്തു ത്വാം മനമാശ്രിതം ഋതവശ്ചൈവ ഷട്പുണ്യ മാസാ സംവത്സരാ തഥാ കലാശ്ച കാഷ്ടാശ്ച തഥാ തവ ശർമ്മം ദിശന്തു തേ മഹാവനേ വിജഗതോ മുനിവേഷസ്യ ധീമതാ തവാദിത്യാശ്ച ദൈത്യാശ്ച ഭവന്തു സുഗതാ സദാ രാക്ഷസാനാം പിശാചാനാം ദൈത്യാനാം ക്രൂരകർമ്മണ ദ്രവ്യാദാനാം ച സർവേഷാം മാ പുത്രഗതേ ഭയം പ്രവകാ വൃശ്ചികാ ദംശാമശകാശ്ചൈവ കാരണേ സതീശ്രവാശ്ച കേരാശ്ച മാ ഭുവൻ ഗഗനേ തവ മഹാദ്വിപാശ്ച സിംഹാശ്ച വ്യാഘ്രാക്ഷാശ്ച ദുഷ്ട്രിണാം महिषा शृङ्गिनो रौद्राहते दुर्यन्ति पुत्रगा यमांसभोजना रौद्राये चान्ये सत्त्वराजया माजत्वां हिंसुषु पुत्रा मया सम्पूजितस्त्रियाम् आगमास्ते शिवा सन्तु सिद्ध्यन्तु च पराक्रमाः सर्वसम्पत्ते राम स्वस्तिमान् गच्छ पुत्रगा स्वस्तिते त्वं दयिक्षेभ्या पार्थिवेभ्या पुनः पुनः सर्वेभ्यश्चैव देवेभ्यो ये चेते परिपत्तिनः शुक्रस्रोमश्च सूर्यश्च तनदोदयमस्तदा पान्तु त्वामर्चिता राम दण्डकारण्यवासिनम् अग्नेर्वायुस्तदा धूमो मन्त्रश्चार्षिमुख्यता उपस्पर्शनकाले तु पान्तु त्वां भृगुनन्दना सर्वलोक प्रभुर्ब्रह्म भूतभर्तादर्शय ഏകശേഷാസുരാസ്തേ ത്വാം രക്ഷന്തു വനവാസിനം. അങ്ങനെ 25 ശ്ലോകങ്ങൾ വരെയാണ് ആ മന്ത്രങ്ങൾ. പിന്നെയുള്ള 6 അധ്യായം മുഴുവനായിട്ട് പറയാൻ ഇതമാല്യേശ്വരഗണം ഗണ്ഡേശ്യാവേശസ്ഥിനി ഹൃദിവിശ്ചാലൂരാശിഹസ്തയാവലോചനാം ജ്വലനം സമപാദായാം ബ്രഹ്മണേന മഹാത്മനാം ഭാവയാമാസവിജനാരമമംഗളകാരണാൽ ൃതം ശേതാനി മല്യാനി സമിതശ്വേതം ശവാൻ ഉപസമ്പാദയാമാസ കൗശല്യാപരമംഗന ഉപാധ്യായ സവിധിനാ മുക്ത്വാ ശാന്തിമനാമയം ഉദഹവ്യാവശേഷേണ വാക്യം മകൽപയൽ മധുരക്ഷരകൃതൈ സ്വസ്തിവാച്യം വിദ്യാം സര വാചയാമാസ രാമസ്യ വനേ സ്വസ്തയനക്രിയാ േന്ദ്രായ രാമമാതായ ശസ്വിനി ദക്ഷിണാം പ്രകൃതോ രാമം വചനം ചെയ്യണമബ്രവീൽ യന്മംഗളം സഹസ്രാക്ഷ സർവദേവ നമസ്കൃതേ വൃത്രനാശേ സമഭവത്തദ്ദേവ മധുമംഗളം യന്മംഗളം സുവർണസ്യാദിനാ കൽപ്പയത്തുരാം അമൃതം പ്രാപ്തമാനസ്യാപത്തേ ഭവന്മംഗളം അമൃതോത്പാദനേ ഗദ്യം ഗ്രതോ വജ്രരസ്യൽ അതിർമംഗളം പ്രാദാതത്തേവ മധുമംഗളം ശ്രീവിക്രമൻ വക്രമദോ വിഷ്ണോരമിത തേജസം യദാശ്രീനമംഗളം രാമ തദ്ദേവ മധുമംഗളം ഋതവസാഗര ദീപാ വേദാ യോഗാദിശ്ചത മംഗളാനി മഹാബാഹോ ദിശന്തു തവ കാനനേ ഇതി പുത്രസ്യ ശേഷാംശ കൃത്വാ ശിരസി പാതുനി ഗന്ധേശ്യാമി സമാലജ്ഞാരമമായതലോചനാം ഔഷധിം ജാതി സിദ്ധാർത്ഥ്യം വിശല്യഹരണിം സുഖാം ചകാരരക്ഷാം കൗസല്യം അത്രേ രമിചാവര വാചാ വിപ്രകൃഷ്ണോ കവശവർത്തിനി വാങ്മാത്രേണ ഭാവേന വാചാ സംസജ്ജമാനയ ആലമ്യമൂർത്തിനി ജാഗ്രായ പരിഷുജ്ജൈശസ്വിനി അവതപുത്രവിഷ്ടാത്മോ ഗച്ഛരാമയദാസുഖം അരോഗം സർവസിദ്ധാർത്ഥമയോധ്യാ പുനരാഗതം ലക്ഷ്യാമി ത്വാവഹം വത്സാം സുസ്ഥിതാം രാജപത്മനി പ്രദഷ്ടസുപ്തസങ്കൽപ ഹർഷവിദ്യോദിതാനനാം ദൃശ്യാമി ത്വാം മനാ പ്രാപ്താൽ പൂർണ്ണചന്ദ്രയുവോദിതം ഭദ്രാസനഗജം രാവണവാസാദിഹാഗജം ലക്ഷ്യാമി ത്വാവഹം വത്സാം തീർണവന്തം വിദുർവജ മംഗളേരുപസംബന്ധോ വനവാസാദിഹാഗേ വനവാസാദിഹാഗത ഭദ്വാമചരിത്യാം ത്വാം കാമാൻ സംവർദ്ധയ പ്രഭു മയാർജിതാ ദേവഗണാ ശിവാനയ ഹർഷയോ ഭൂതമഹാസുലോലക അഭിപ്രയാദസ്യ മനം ചിരായതേ
ഇതാനികാംക്ഷം നദിശ്ചരാഘവ ഇതീവജാശ്രുപതി പൂർണ്ണലോചനാ സമാത്മജസ്വസ്തിയനം യഥാവിധി പ്രദക്ഷിണം ചൈവ ചകാരരാഘവം പുനഃ പുനശ്ചാവിനിവീര്യസസ്സുചി തദാതു ദിവ്യാ സകൃത്പ്രദക്ഷിണോ ദിവ്യമാതുശ്ചരണോ പുനഃ പുനഃ ജഗാമ സീതാതിലയാ മഹായശാക്ഷരാഘവ പ്രജ്വലിത സ്വയം ശ്രീയാ ശ്രീവൽമീരാമായണേ അയോധ്യാകാണ്ഡേ മാതൃസ്വസ്തികനം നാമ പഞ്ചവിംശ സദ്ധാം ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. 25-ാമത്തെ അധ്യായം, 25-ാമത്തെ സർഗം അയോധ്യാകാണ്ഡത്തിലെ. അങ്ങനെ വളരെ തിരിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് സന്തോഷം, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവാൻ, എല്ലാ മംഗളങ്ങളും ഉണ്ടാവാനായിട്ട് തിരിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇവിടെ പറഞ്ഞതായിട്ടുള്ള ഈ മന്ത്രങ്ങളുടെ ചെറുതായൊരർത്ഥം അറിയാൻ വേണ്ടി പറയാം. അതായത് കൗസല്യാദേവി ശ്രീരാമനെ കാട്ടിലേക്ക് പറഞ്ഞയക്കാൻ മാനസികമായിട്ട് തയ്യാറായി. അങ്ങനെ രാഘവനോട് പറഞ്ഞു, എനിക്ക് നിന്നെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല, നിനക്ക് നിന്റേതായ പ്രവർത്തനങ്ങളുണ്ട്, അതുകൊണ്ട് നീ പോയിക്കോളൂ. പക്ഷെ ഞാൻ എല്ലാ ദേവീദേവന്മാരെയും രക്ഷിക്കാനായി, നിന്നെ രക്ഷിക്കാനായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ മനുഷ്യശ്രേഷ്ഠ ചമത കുശ പവിത്രം ഇവയൊക്കെ വേണ്ട രീതിയിൽ നീ ബഹുമാനിക്കണം. ദേവാലയങ്ങള്, പാത്രങ്ങള്, പർവ്വതങ്ങള്, വൃക്ഷങ്ങള്, ചെറിയ മരങ്ങള്, കയങ്ങള്, പക്ഷികള്, സർപ്പങ്ങള്, സ്നേഹങ്ങള്, ഇവയൊക്കെ നിനക്ക് രക്ഷയായിട്ട് വരട്ടെ. സത്യന്മാരും വിശ്രേവന്മാരും മരുത്തുക്കളും മഹർഷിമാരും നിനക്ക് മംഗളം തരട്ടെ. അങ്ങനെ ആ ശ്രീരാമചന്ദ്രന് പല രീതിയിൽ നിന്നും പല തലങ്ങളിൽ നിന്നും വേണ്ടതായ മംഗളം ഉണ്ടാവട്ടെ എന്ന തുടർച്ചയായിട്ടുള്ള പ്രാർത്ഥനയാണ് ഈ കൗസല്യാദേവിയുടെ ഈ ഭാഗം. 21-ാമത്തെ ശ്ലോകമൊക്കെ നിന്റെ വഴികൾ മംഗളകരങ്ങളായി തീരട്ടെ, നിന്റെ പരാക്രമങ്ങൾ സഫലങ്ങളായി തീരട്ടെ എന്ന് പറഞ്ഞു. 21-ാമത്തെ ശ്ലോകം. ആഗമാസ്തേ ശിവാസന്തുസിദ്ധ്യന്തൂജപരാക്രമ സർവസമ്പത്തേ രാമ സ്വസ്തിമാൻ ഗച്ഛ പുത്രക സ്വസ്തുതയസ്വാന്തരീക്ഷേഭ്യാവർത്തിഭ്യ പുനഃ പുനഃ സർവേശ്വൈവ ദേവ്യോഗ്യേ ച തേ പരിവർത്തിന. 21, 22 ആ ശ്ലോകങ്ങളിൽ ഫലമുണ്ട്. ഈ മുഴുവൻ ശ്ലോകങ്ങളും ആ സംഘമൊന്നും വായിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് 21-ാമത്തെ 22-ാമത്തെ ശ്ലോകം ആഗമാസ്തേ ശിവാ സന്തു സിദ്ധ്യന്തൂജ പരാക്രമ എന്ന് തുടങ്ങിയിട്ട് സർവ്വൈവ ദേവേഭ്യോ യേചതേ പരിവർത്തിന എന്നുള്ളത് അത് കൃത്യമായിട്ട് പാരായണം 4 വരികളിൽ അറിയുന്നത് അത്യുത്തമമാണ്. അതായത് നിന്റെ വഴികൾ മംഗളങ്ങളായിട്ട് തീരട്ടെ, നിന്റെ പരാക്രമങ്ങൾ സഫലങ്ങളായിട്ട് തീരട്ടെ, നിന്റെ മംഗളത്തോടുകൂടി എല്ലാ യശസ്സും ഉണ്ടാവട്ടെ, ആകാശത്തും ഭൂമിയിലുള്ള എല്ലാ ജനങ്ങളും നിനക്ക് വീണ്ടും വീണ്ടും നന്മ വരുത്തട്ടെ എന്നൊക്കെയാണ് മന്ത്രങ്ങളുടെ ഈ പാരായണം, ഈ മന്ത്രങ്ങളുടെ അർത്ഥം. പിന്നീട് 26-ാമത്തെ സർഗത്തിലായിക്കൊണ്ട് ശ്രീരാമൻ സീതയെ കാണുന്ന ഭാഗമാണ്. കാട്ടിലേക്ക് പോകണം എന്ന് പറയാനായിക്കൊണ്ട് സീതയെ ചെന്ന് കാണുന്നു. സീത ആ രാമൻ പറഞ്ഞത് സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ രാമന്റെ ഒപ്പം താനും പോണം കാട്ടിലേക്ക് എന്നുള്ള നിർബന്ധം പറയുന്ന സമയത്ത് രാമൻ എതിർക്കും. കാരണം രാമൻ പറയും കാട്ടിലൊക്കെ വളരെ ദുഃഖകരമാണ്, വിഷമകരമാണ്. അപ്പൊ അതുകൊണ്ട് നീ പിതാവിനെ വധിച്ച് പിതാവ് ഇവിടെ ജീവിച്ചാൽ മതി, നീ വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റ് വിധിയനുസരിച്ച് ദേവപൂജ ചെയ്ത് മഹാരാജാവായ എന്റെ പിതാവിനെ വധിച്ച് ശുശ്രൂഷിച്ച് ജയിച്ചാൽ മതി എന്നാണ് സീതയോട് ശ്രീരാമൻ പറയുന്നത്. 30-ാമത്തെ ശ്ലോകം 26-ാമത്തെ സർഗത്തിൽ കല്യമത്തായ ദേവാന കൃത്വാ പൂജാം യഥാവിധി വന്ദിതഭ്യോ ദശരഥ പിതാമേ പിതാമജനേശ്വര മാതാ ച മമ കൗസല്യാ വൃദ്ധാ സന്താപകർഷിത ധർമ്മവേമഗ്രഹ കൃത്വാ സമ്മാനമർഹതി. അപ്പൊ അവിടെ ശ്രീരാമൻ പറയാണ്, എന്റെ ഇത്ര വന്ധ്യരായിട്ടുള്ള പ്രായാധികമായ വയോധികന്മാരായിട്ടുള്ള എന്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ നീ ബഹുമാനിച്ചുകൊണ്ട് നീ ജീവിക്കുന്നത് ആണ് നിന്റെ ചുമതല, നിന്റെ ഒപ്പം കാട്ടിലേക്ക് വരുന്നതല്ല. അതുപോലെ എനിക്ക് ജീവനേക്കാൾ പ്രിയപ്പെട്ട ഭരതശത്രുഘ്നന്മാര് അവരെ സഹോദരൻ പോലെ മക്കളെ പോലെയൊക്കെ കണ്ടുകൊണ്ട് നീ ജീവിക്കണം. നല്ല സ്വഭാവമുള്ള നീ രാജാവായ ഭരതന്റെ ഹിതം അനുസരിച്ചുകൊണ്ട് ധർമ്മത്തിൽ തൽപരരായി ശരിയായ ബന്ധങ്ങളനുസരിച്ച് ജീവിക്കണം. അതിനൊക്കെയാണ് ശ്രീരാമൻ സീതാദേവിയോട് പോകുന്നതിന് തയ്യാറായിട്ട് പറയുന്നത്. സീതാദേവി സമ്മതിക്കുന്നില്ല.
സീതാദേവി പറയാണ്, ഭർത്തൃഭാഗ്യം തു നാരിക്കും പ്രാപ്നോതി പുരുഷശ്രവ അതശ്ചൈവാഹമാദിഷ്ട വനേ വസ്ത്രവ്യനിത്യവി. അതായത് ഈ പുരുഷശ്രേഷ്ഠ സ്ത്രീ ഒരുത്തി മാത്രമാണ് ഭർത്താവിന്റെ ഭാഗ്യത്തില് പങ്കാളിയാവുന്നത്. ബാക്കിയുള്ള ആളുകളൊക്കെ പല വിധത്തില് അച്ഛൻ, അമ്മ, മാതാവ്, സഹോദരൻ, പുത്രൻ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഭർത്താവായിട്ടുള്ള ഈ വ്യക്തിയുടേതായിട്ടുള്ള ഭാഗ്യത്തിലും നിർഭാഗ്യത്തിലും അവർക്കൊന്നും പങ്കാളികളാകാൻ സാധിക്കില്ല. പക്ഷെ ഒരു ഭാര്യയ്ക്ക് അതിന് സാധിക്കും. അതുകൊണ്ട് ഞാൻ ശ്രീരാമ അങ്ങയെ ഉപേക്ഷിച്ചിട്ട് ഞാനിവിടെ ഇരിക്കുന്ന പ്രശ്നമേയില്ല. മാളികയിൽ ഇരിക്കുകയായാലും വിമാനത്തിൽ കയറിയായാലും ആകാശത്തിലേക്ക് പോയാലും ഒക്കെ എനിക്ക് അങ്ങയോടാണ് താല്പര്യം. അങ്ങാണ് എന്റെ രക്ഷ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങ് തന്നെ വേണം രക്ഷിക്കാൻ. അങ്ങനെ കാട്ടിലുള്ള മറ്റു ജനങ്ങളെ പോലും പരിപാലിക്കാൻ എനിക്ക് സാധിക്കും. പിന്നെയാണ് എന്നെ പരിപാലിക്കാൻ. കാട്ടിലെന്നെ പരിപാലിക്കാൻ പറ്റില്ല എന്ന് അന്ന് പറയരുത്. കാരണം കാട്ടിലുള്ള ജീവജാലങ്ങളെ പോലും പരിരക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് വീരനായ അങ്ങയുടെ കൂടെ അരയന്നങ്ങളും കുളക്കോഴികളും നിറഞ്ഞതും ഉൾപ്പുളോട് കൂടിയതുമായ താമരപ്പൊഴികൾ കണ്ട് സുഖിച്ച് ആ കാട്ടിൽ ജീവിക്കാൻ സന്തോഷമാണ്, ആനന്ദമാണ്. ഞാൻ കാട്ടിലേക്ക് വരുന്നത് വിഷമിച്ചല്ല, സന്തോഷത്തോടു കൂടിയാണ്. സന്തോഷം അവിടെ കിട്ടും രാമ, ഇതെനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ സമയത്താണ് വനവാസത്തിന്റെ ദുഃഖം അവിടെ ശ്രീരാമൻ 28ാമത്തെ സത്യം. വനവാസ ദുഃഖം. വനവാസത്തില് ഹിതബുദ്ധ്യാവിരുവജോ മയേതാതിവിധീയത സദാസുഖം നജാനാമി ദുഃഖമേവ സദാവൻ. ഈ വനം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എപ്പോഴും ദുഃഖകരമായ ഒരു അനുഭവമാണ്. അവിടെ ഭയം ജനിപ്പിക്കുന്നതാണ്. അധ്വാനിച്ച് ക്ഷീണിച്ച വനവാസികളൊക്കെ നിലത്ത് കൊഴിഞ്ഞു വീണ ഇലകളിൽ കിടന്നിട്ടാണ് ഉറങ്ങാറ്. മരങ്ങളിൽ നിന്ന് തനിയെ വീഴുന്ന കായകൾ വെച്ചിട്ടാണ് അവർ പലപ്പോഴും ജീവിക്കാറ്. അതുകൊണ്ട് നമുക്ക് ഉപവാസം ചെയ്യേണ്ടി വരും. പലപ്പോഴും ജടയും മറ്റും ധരിച്ചാണ് സഞ്ചരിക്കാറ്. അങ്ങനെയൊക്കെ ആ കാട്ടില് എന്തൊന്നില്ലാത്തതായിട്ടുള്ള ഈ കാറ്റില് വലുതായ ഇരുട്ട്, കാറ്റ്. 18ാമത്തെ ശ്ലോകം. അതീവവാദ ദുഃഖകരം വനം സനീശ്രവാശ്ചമഖവോ പ്രഭുരൂപാശ്ചമാമിനി ചരന്തി പ്രതിബിന്ദോ ദുഃഖകരം വനം. വനത്തിൽ വലിയ ശക്തിയായ കാറ്റിലും പിടിയും മഴയൊക്കെ ഉണ്ടാവും. അതൊക്കെ അനുഭവിച്ചുകൊണ്ട് വരും. അതുപോലെ വലിയ ജന്തുക്കളൊക്കെ കാട്ടിലുണ്ടാവും. പാമ്പുകൾ വഴി നടക്കുന്നുണ്ടാവും. ഇങ്ങനെ കുറെയൊക്കെ കാട്ടിനെ പറ്റിയിട്ട് മോശമായ പിടിപ്പറ്റുന്ന കാര്യങ്ങളൊക്കെ രാമൻ പറഞ്ഞു. അങ്ങനെയെങ്കിലും സീതാദേവിയുടെ മനസ്സ് മാറും കാട്ടിലെ പേടിയെ പറ്റി കേട്ടാൽ. പക്ഷെ സീതാദേവി വളരെ വിനയത്തോടു കൂടി തന്റെ അഭ്യർത്ഥന വീണ്ടും അവതരിപ്പിക്കുക ചെയ്തു. ഈ 7ാമത്തെ ശ്ലോകം 29ാമത്തെ. ജീവിതം പറയാണ്, ഒരു സ്ത്രീക്ക് ഭർത്താവിനെ പിരിഞ്ഞ് ജീവിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് രാമ അന്ന് തന്നെ ഇക്കാര്യം പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുള്ള ഉദാഹരണത്തോടു. അതുകൊണ്ട് വലിയ ബുദ്ധിശാലിയായ അങ്ങ് കാട്ടിൽ വസിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് പറ്റുമായിരിക്കും. പക്ഷെ എപ്പോഴും സഹായത്തിന് ആരെങ്കിലും ഒപ്പം ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങയോടൊപ്പം വരും കാട്ടിലേക്ക് എന്ന് സീതാദേവി നിർബന്ധം പിടിച്ചു നിന്നപ്പോൾ ശ്രീരാമൻ അതിന് സമ്മതിച്ചു. കാരണം മരണത്തിന് പോലും അങ്ങയുടെ സഹവാസം മംഗളകരമായിട്ട് തീരും എന്നാണ് പറഞ്ഞത്. അതുപോലെ ബ്രാഹ്മണരുടേതായിട്ടുള്ള വാക്കുകൾ രൂപത്തിലൊരു ബ്രാഹ്മണൻ പറഞ്ഞതാണ്, എനിക്ക് കാട്ടില് താമസിക്കാൻ യോഗമുണ്ട്, അപ്പൊ അതിപ്പോ സത്യമായിട്ട് വരണോ എന്നേ പറയാനുള്ളൂ. അങ്ങനെ സീതാദേവി ഉറച്ചു നിന്നു. അങ്ങനെ അപ്പൊ ആ സമയത്ത് ശ്രീരാമൻ സീതാദേവിയോട് തന്നെ ഇപ്പം വരാനായിക്കൊണ്ട് സീതാദേവിക്കായിക്കൊണ്ട് സീതാ അനുപമാനുമതി എന്ന് പറഞ്ഞുകൊണ്ട് 30ാമത്തെ സംഘം. വളരെ മാർഗവമായ കാലുകളെ കൊണ്ട് വളരെ ഉള്ളും കല്ലുമൊക്കെയുള്ള കാട്ടിൽ നടക്കേണ്ടി വരുമല്ലോ, എന്തായാലും നീ വരും എന്ന് പറഞ്ഞുകൊണ്ട് ആ സീതാദേവിയെ കൊണ്ടുപോകാനായിട്ട് ശ്രീരാമൻ സമ്മതിച്ചു. ശ്രീരാമൻ അങ്ങനെ ആ സീതാദേവിയെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് പിന്നീട് ലക്ഷ്മണന് ഇതുപോലെ തന്നെ
ഒപ്പം വരാനുള്ള ആ അനുവാദം കൊടുക്കും കാട്ടിലേക്ക് വരും. അതാണ് പിന്നെ 30ാമത്തെ ഏകത്രിംശ 31ാമത്തെ സംഘം അയോധ്യകാന്ഡം. നിങ്ങളുടെ ആരുടെ അടുത്തെങ്കിലും ഈ വാൽമീകി രാമായണം പുസ്തകമുണ്ടെങ്കിൽ ആ 31ാമത്തെ സംഘം, അത് അധികമില്ല, കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കത് വായിക്കാം. 37 ശ്ലോകമില്ല. ആർക്കെങ്കിലും ഒരാൾക്കത് വായിക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വാൽമീകി രാമായണ പ്രഭാഷണത്തിനിടയ്ക്ക് വാൽമീകി രാമായണം വായിക്കുക കൂടി ചെയ്തു. അല്ലെങ്കിൽ അത് അങ്ങനെ പറയുള്ളൂ, തീരെ വായിച്ചില്ല. അതുകൊണ്ട നിങ്ങൾക്ക് ഇതില് പങ്കെടുക്കുന്നതായിട്ടുള്ള ആ സത്സംഖ്യകളായിട്ടുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും വാൽമീകി രാമായണം ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആ ശബ്ദം ഒന്ന് ഓടാക്കിയിട്ട് അതില് നമ്മളിപ്പോ പറഞ്ഞത് അയോധ്യാകാന്ഡത്തിലെ 31ാം സംഘമാണ്, ഏകത്രിംശ സംഘം. ആരുടെങ്കിലും ഉണ്ടോ, പുസ്തകമുണ്ടോ? അങ്ങനെ 2 മിനിറ്റ് നോക്കാം. ശരി, ചോദിക്കാം. ഉണ്ട് എന്നാളാണ് ഇത് വായിക്കാൻ പറ്റുമെങ്കിൽ ഒരു ചാൻസ് തരാന്ന് പറഞ്ഞിട്ടാണ് കേട്ടിരിക്കാനുള്ളത്. കേട്ടിരിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾക്കൊന്ന് പാരായണം ചെയ്യാനുള്ള ചാൻസ് തരാമെന്ന ഉദ്ദേശമാണ്. അയോധ്യാകാന്ഡത്തിലെ 31ാമത്തെ സംഘം ചെറിയ അധ്യായമാണ്. അപ്പൊ താല്പര്യമുള്ള പുസ്തകമുള്ള വാൽമീകി രാമായണ ഗ്രന്ഥമുള്ള ആളുകൾക്ക് ഇത് വായിക്കും. ഞാൻ കുറച്ച് നാമം ജപിക്കാം, അതിനിടയ്ക്ക് വായിക്കാനുള്ള ആൾ തയ്യാറായിട്ട് വായിച്ചോളൂ. ശ്രീരാം ജയ രാം ജയ ജയ രാം, 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 ശ്രീരാം ജയ രാം ജയ ജയ രാം. ഹരിയോ ശ്രീദേവി വായിച്ചു. ഹരിയോ ശബ്ദോണാക്കിയപ്പോ ഞാൻ വായിക്കുന്നുണ്ടാവും. ശ്രീരാം ജയ രാം ജയ ജയ രാം, ശ്രീരാം ജയ രാം ജയ ജയ രാം, ശ്രീരാം ജയ രാം ജയ ജയ രാം, ശ്രീരാം ജയ രാം ജയ ജയ രാം. ഗോമതി വായിച്ചോളൂ. ഹരി. ജയ ജാനകി ജീവന സ്മരണം, ജയ ജയ രാമ രാമ. അത ഏകത്രിംശ സർഗഃ. ഏവം ശ്രുത്വാ തു സംവാദം ലക്ഷ്മണഃ പൂർവമാഗതഃ ബാഷ്പവര്യാകുലമുഖഃ ശോകം സോഢുമശക്നുവൻ സഭ്രാതുശ്ചരണോ ഗാഢം നിപീഡ്യ രഘുനന്ദനഃ സീതാമുവാചാദി യശാ രാഘവം ച മഹാവ്രതം യദി ഗന്ധം കൃഥാ ബുദ്ധിർവനം മൃഗഗജായുധം അഹം ത്വാനുഗമിഷ്യാമി വനമഗ്രേ ധനുർധരഃ മയാ സമേതോരണ്യാനി ബഹൂനി വിചരഷ്യസി പക്ഷിഭിർമൃഗയൂഥൈശ്ച. തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങള് ഈ വാൽമീകി രാമായണത്തിലുണ്ട്. അപ്പൊ വാൽമീകി രാമായണം അത് വായിച്ചിരിക്കണം, പഠിച്ചിരിക്കണം. ഇനി അത് മലയാളത്തിൽ അർത്ഥമെങ്കിലും ഒന്ന് വായിച്ചു പോകാൻ വായിക്കാം. അങ്ങനെ അനവധി പുസ്തകങ്ങളുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ 2-3 പുസ്തകങ്ങളുടെ പേരൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഒന്ന് ഈ പറഞ്ഞതായിട്ടുള്ള ഈ വാൽമീകി രാമായണം 2 വാള്യമായിട്ട് ഡോക്ടർ സുധാംശു ചതുർവേദിയുടേതായിട്ടുള്ള മലയാളം. ഈ ഓരോ ശ്ലോകത്തിനും മലയാളം വിവർത്തനായിട്ട് ഉണ്ട്. ഒരു ശ്ലോകം, ആ ശ്ലോകത്തിന്റെ മലയാളം അർത്ഥം, അങ്ങനെ അതാണ് എളുപ്പം. ഓരോ ശ്ലോകത്തിന്റെയും മലയാള അർത്ഥം ആയിട്ട് കൊടുത്തതുണ്ട്. അത് വായിച്ച് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഡോക്ടർ സുധാംശു ചതുർവേദി 1800 രൂപയോ 2000 രൂപയോ ആണത്. 2 ഭാഗമായിട്ടാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഗീത പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവമ്പാടി, തൃശ്ശൂര്. ഗീത പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവമ്പാടി, തൃശ്ശൂര്. ഫോൺ നമ്പർ 0487334306. ഇതൊക്കെ എന്റെ അടുത്തുള്ള പുസ്തകം പഴയതാണ്. അത് ഫോൺ നമ്പർ തന്നെയാണ്, എനിക്കറിയില്ല. 2004 വാങ്ങിച്ച പുസ്തകം, 14 വർഷം. മനസ്സിലായോ? ശ്രീമദ് വാൽമീകി രാമായണം 2 വോള്യം, ഡോക്ടർ സുധാംശു ചതുർവേദി, പ്രസാദനം ഗീത പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവമ്പാടി, തൃശ്ശൂർ. ഫോൺ നമ്പർ 0487334306.
അത് അങ്ങനെ രണ്ടെണ്ണുണ്ട്. ഇനി അതിനു പുറമെ ഇത് അന്വയത്തോടു കൂടിയുള്ള പുസ്തകമാണ്. വാൽമീകി രാമായണം ഓരോ ഖണ്ഡത്തിൻ്റെതായിക്കൊണ്ട് ഇങ്ങനെ 7 പുസ്തകങ്ങളായിട്ട് ശ്രീരാം പബ്ലിഷേഴ്സ് മദ്രാസ്, അതായത് TS ശ്രീനിവാസയ്യർ ആലത്തൂര് സ്കൂൾ മാഷായിരുന്നു അദ്ദേഹം. ബ്രഹ്മശ്രീ TS ശ്രീനിവാസയ്യരുടെ വ്യാഖ്യാനത്തോടു കൂടിയത്. ഇതിന് അന്വയക്രമ ഭാഷാ വ്യാഖ്യാനമായിക്കൊണ്ടാണ് ഓരോ ശ്ലോകത്തിന്റെയും മുറിച്ച് ഇദ്ദേഹത്തിന്റെ ഭാഗവത് നിങ്ങൾ കണ്ടുക. ഓരോ ശ്ലോകത്തിന്റെ സംസ്കൃതം മുറിച്ച് ആ പദങ്ങൾ മുറിച്ച് അതിന്റെ അർത്ഥമായിട്ട് കൊടുത്തത്. TS ശ്രീനിവാസയ്യർ പബ്ലിഷേഴ്സ്, ശ്രീരാം പബ്ലിഷേഴ്സ് മദ്രാസ് നാട്ടിലുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിലൊക്കെ സംസ്കൃത ശ്ലോകങ്ങളും അതിന്റെ അർത്ഥവും ഇതൊന്നും അല്ല. നിങ്ങൾക്ക് വെറുതെ ഒന്ന് അതിലെ ഓരോ അധ്യായങ്ങളിലെ ഇത് മാത്രം അറിഞ്ഞാൽ മതി, കാര്യം മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ഓരോ അധ്യായത്തെ കുറിച്ച് ചെറുതായിട്ട് നല്ല മലയാളത്തിലുള്ള വിവരണം ആലത്തൂർ ദാമോദരൻ നമ്പൂതിരിപ്പാട് വ്യാഖ്യാനിച്ചതായ DC ബുക്സിന്റെ പുസ്തകമുണ്ട്, രാമായണ കഥ എന്ന് പറഞ്ഞു. രാമായണ കഥ അതിൽ ഇതിൽ ഓരോ ഇതൊന്നുമില്ല, ശ്ലോകങ്ങളൊന്നുമില്ല. ഓരോ ശ്ലോകത്തിന്റെയും ഓരോ അധ്യായത്തിന്റെയും ഓരോ പേജ് 2 പേജായിട്ട് അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. DC ബുക്സാണ്. അത് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോ അതിന് 700 പേജുള്ള പുസ്തകം DC ബുക്സിന്റെ രാമായണ കഥ. അതിന്റെ ഇംഗ്ലീഷ് കമല സുബ്രഹ്മണ്യത്തിന്റെ somebody who cannot read Malayalam, who wants to know വാൽമീകി രാമായണം in English, there is an English book by കമല സുബ്രഹ്മണ്യം. അത് കമല സുബ്രഹ്മണ്യം ആയതുകൊണ്ട് ഭവാൻസ് പബ്ലിക്കേഷൻ ആവണം, അതെനിക്കറിയാം. ഇത്രയൊക്കെ പുസ്തകങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് ഒന്ന് വായിച്ചു നോക്കാം. വാൽമീകി രാമായണം ഒരു അധ്യാത്മ രാമായണം മാത്രമായിട്ട് ഒതുങ്ങരുത്. നമുക്ക് വിശദമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, പിന്നെ ഓരോ സന്ദർഭങ്ങളിലെ മന്ത്രത്തിന്റെ ഉപയോഗങ്ങളൊക്കെ ഈ വാൽമീകി രാമായണത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങൾക്ക് എന്തായാലും ഈ എതിർച്ചയ ഈ സമയത്തൊന്ന് പറഞ്ഞു എന്ന് മാത്രം. താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി പറഞ്ഞു. പുസ്തകം കിട്ടില്ല എന്ന് പറയുന്ന പുസ്തകമുണ്ട്, സമയം കിട്ടുമ്പോൾ അത് വായിക്കണം. അതിൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. അതിനു വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇനി നമുക്കതിലേക്ക് മടങ്ങി വരാം. ഇപ്പൊ വായിച്ചതായിട്ടുള്ള അധ്യായം 31-ാമത്തെ സർഗം. അതിനുശേഷം 32-ാമത്തെ സർഗത്തില് യാത്ര 31-ാമത്തെ സർഗത്തിലായിക്കൊണ്ട് ഈ പറഞ്ഞതില് ലക്ഷ്മണനോട് തന്റെ ഒപ്പം വന്നോളാനായിക്കൊണ്ടാണ്. അവിടെ മനോഹരമായിട്ടൊക്കെയാണ് ലക്ഷ്മണൻ പറഞ്ഞത്. ലക്ഷ്മണൻ പറയാണ്, ഞാൻ തൂമ്പയും കുടയും വില്ലും ശരവും ഒക്കെ എടുത്ത് അങ്ങയുടെ ഒപ്പം വരാം. ഞാൻ തപസ്സുകൾക്ക് വേണ്ട ആഹാരങ്ങൾ, ആവശ്യമായ കിഴങ്ങ് കായ്കൾ ഇതൊക്കെ കാട്ടിട്ട് കൊണ്ടുവരാം. അങ്ങക്ക് പർവ്വതങ്ങളുടെ താഴ്വരയിൽ സുഖമായിട്ട് സീതയോടുകൂടി ഇരിക്കാം. ഉറങ്ങുന്ന സമയത്ത് ഞാൻ അങ്ങയെ പരിപാലിച്ചുകൊള്ളാം, ശ്രദ്ധിച്ചുകൊള്ളാം. ഇങ്ങനെ പലതും ലക്ഷ്മണൻ അവിടെ ശ്രീരാമനോട് പറയാം. ശ്രീരാമനെ സേവിച്ചുകൊണ്ട് ശ്രീരാമന്റെ കാട്ടിലെ ജീവിതം വളരെ എളുപ്പമാക്കി തരാം, അതിന് എന്നെ ഒപ്പം വരാനായിരിക്കണം എന്നാണ് അവിടെ ശ്രീരാമനോട് ലക്ഷ്മണൻ ഉപദേശിക്കുന്നത്. അതാണ് ഇപ്പൊ വായിച്ച അധ്യായം. അത് അവസാനം സമ്മതിച്ചു എന്നാണ് ലക്ഷ്മണനോട്. എന്നിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു, വേഗം ചെന്ന് ദാനങ്ങളൊക്കെ സ്വീകരിക്കാനായിക്കൊണ്ട് സുയജ്ഞനെ കൂട്ടിക്കൊണ്ടുവരും എന്ന് പറയും. സുയജ്ഞനാണ് ദാനങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അങ്ങനെ ലക്ഷ്മണൻ പിന്നീട് ഓടിച്ചെന്ന് സുയജ്ഞന്റെ അടുത്ത് ചെന്ന് സുയജ്ഞനോട് വേഗം തന്നെ ശ്രീരാമൻ വിളിക്കണോ എന്ന് പറഞ്ഞു. സുയജ്ഞൻ വന്ന സമയത്ത് ശ്രീരാമൻ ഈ യാത്രാദാന പ്രകാരം എന്ന് പറഞ്ഞൊരു അധ്യായമാണ് 32-ാമത്തെ സർഗം. അതില് യാത്ര പോകുന്ന ഒരാൾ ചെയ്യേണ്ട ദാനങ്ങളെ പറ്റി ചുരുങ്ങിയതായിട്ട് പറയുന്നു. ഇതിൽ പറയുന്നത് ചക്രവർത്തി ആയതുകൊണ്ട് സ്വർണവും വെള്ളിയും ഒക്കെയാണ്. അല്ലെങ്കിലും ഒരു യാത്രയ്ക്ക് നമ്മൾ പോവുകയാണെന്ന് മുമ്പ് ഒരു ദാനം ചെയ്തു പോകണം എന്നാണ്. ഇപ്പൊ അതൊരു ദാനം ചെയ്യാൻ ഉത്തമമായിട്ട് അധികാരി പൂർവ്വകാലങ്ങളിൽ അങ്ങനെയാണ്. വീട്ടിൽ നിന്ന് വല്ലവഴിക്കൊക്കെ നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പുത്രന്മാരൊക്കെ പോകുമ്പോൾ ഒരു ദാനം ചെയ്തു വേണം. ആ ദാനം പൂർവ്വത്തിലൊക്കെ ബ്രാഹ്മണന് ദാനം ചെയ്ത് അനുഗ്രഹം വാങ്ങിച്ചിട്ട് യാത്രയ്ക്ക് പോകുള്ളൂ. ഇപ്പൊ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലും ഒരു സംഖ്യ, നിങ്ങൾ പറ്റുന്ന രീതിയിൽ ചെറിയൊരു സംഖ്യ ഒന്ന് ഒഴിഞ്ഞു വെക്കുകയാണ്. അതാണ് ഇപ്പൊ ആൾക്കാർ ചെയ്യും. ഇപ്പൊ ദാനമൊന്നും കൊടുക്കില്ല, പക്ഷെ അത് ദാനത്തിനായിട്ട് ഉപയോഗിക്കണം ആ സംഖ്യ. അപ്പോ അത് ഈ രാമായണത്തിൽ അതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നു, ദാനത്തിന്റെ. അപ്പം ഞാനൊന്ന് കൂട്ടിച്ച് പറയാനേ പറ്റുള്ളൂ, എങ്കിലും ഞാനൊന്ന് പറയാം. ഇവിടെ
സുയജ്ഞനെ വിളിച്ചു കൊണ്ടുവന്നു. സുയജ്ഞനോട് പറഞ്ഞു, ശ്രീരാമൻ പറഞ്ഞു, എല്ലാ ധനവും കാര്യങ്ങളും കൊണ്ടായിട്ടുള്ള കൊണ്ടുവന്ന് ധാനം തുടങ്ങാം. അങ്ങനെ മുത്തുമാലയും സ്വർണമാലയും പല രത്നങ്ങളും ഒക്കെ ഈ സുയജ്ഞൻ ആദ്യമായിട്ട് കൊടുത്തു. അങ്ങയുടെ പത്നിക്കായിക്കൊണ്ട് ഇത് ഉപയോഗിക്കാം. സീതാദേവിയുടേതായിട്ടുള്ള അരഞ്ഞാളും സ്വർണത്തിൻ്റെതായ മാലകളും ഞാൻ അങ്ങയ്ക്ക് തരുന്നു. സുയജ്ഞ അങ്ങയുടെ പത്നിക്ക് അത് ഉപയോഗിക്കാനായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാമൻ ആരംഭിച്ചത്. അതിനുശേഷം അതൊക്കെ ഈ ദാനമൊക്കെ സുയജ്ഞ സ്വീകരിച്ചു. പിന്നീട് ലക്ഷ്മണനോടുകൂടി ബ്രഹ്മാവ് ദേവേന്ദ്രനോട് പറയുന്നത് പോലെ അഗസ്ത്യൻ, കൗശികൻ ഇങ്ങനെയുള്ള 2 മഹർഷിമാർക്ക് വേണ്ട ദാനം ചെയ്യും. പിന്നെ മറ്റ് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യും. അവിടെയുള്ളതായിട്ടുള്ള ജോലിക്കാർ, ആ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ധാരാളമായിട്ട് ദാനം ചെയ്യുക. അവർക്ക് ജീവിതകാലം മുഴുവൻ കഴിയാനുള്ള വകകൾ കൊടുക്കും. 21ാമത്തെ ശ്ലോകം. വ്യഞ്ജനാർത്ഥം സൗമിത്രേ സഹസ്രമുപാകുലു മേഘലീനാം മഹാശങ്ക കൗസല്യാം സമവസ്ഥിതാൻ തേഷാം സഹസ്രോ സൗമിത്രേ പ്രത്യേകം സമ്പ്രതാപയ അംബാ യഥാ ജസാനന്ദേ കൗസല്യാമദക്ഷിണാം തദാ ദ്വിജാതി സംസ്ഥാൻ സർവാൻ ലക്ഷ്മണ അർച്ചയ സർവശഃ. എന്റെ അമ്മയായ കൗസല്യാദേവിയുടെ സന്തോഷിക്കത്തക്ക വിധം എല്ലാ ബ്രാഹ്മണർക്കും ദക്ഷിണ നൽകി അവരെ പൂജിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങിക്കൂ. ഇങ്ങനെ പറഞ്ഞ സമയത്ത് പിന്നീട് ഗർഭവതിയുടെ വംശത്തിൽ പിറന്ന പിങ്കള ത്രിജടൻ എന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ അവിടെ വന്നു. പിങ്കള ത്രിജടൻ. ആ പിങ്കള ത്രിജടനെ വീണ് നമസ്കരിച്ചു ഈ ശ്രീരാമൻ. കാരണം അദ്ദേഹത്തിന് അത്രയും തപസ്സുണ്ട് എന്ന് പറയാം. അങ്ങനെ ദാരിദ്ര്യം കൊണ്ട് വിഷമിക്കുന്ന അദ്ദേഹം തന്റെ പിഞ്ചു പൈതങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ടാണ് വന്നത്. അതുകൊണ്ട് രാമൻ ആ അദ്ദേഹത്തിനെ സ്വീകരിച്ച് അദ്ദേഹത്തിൽ നമസ്കരിച്ച് തേജസ് കൊണ്ട് ഭൃഗുമുനിക്കും അംഗിരസ മഹർഷിയൊക്കെ തുല്യനായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തെ ഇതിന് വേണ്ടതായ പശുക്കളെ ശ്രീരാമൻ പറയാണ്, ഞാൻ അങ്ങേക്ക് കേവലം 1000 പശുക്കളെ തരുവാനല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങ് കയ്യിലിരിക്കുന്ന ആ വടി എറിഞ്ഞാൽ അത് എത്ര ദൂരം പോകുമോ അത്രയും വളവിൽ നിൽക്കുന്ന പശുക്കളെ തരുവാൻ. ഒരു പശുവല്ല, അങ്ങയുടെ കയ്യിലുള്ള വടി എറിഞ്ഞാൽ എത്ര സ്ഥലമുണ്ട് അത്ര സ്ഥലത്ത് നിൽക്കാൻ പറ്റുന്ന അത്രയും പശുക്കളെ ഞാൻ അങ്ങേക്ക് ദാനം തരാം എന്നാണ് ശ്രീരാമൻ പറഞ്ഞത്. അങ്ങനെ ദാനത്തിൻ്റെതായ മഹത്വം, ദാനത്തിൻ്റെതായ രീതി അവിടെ ചർച്ച ചെയ്തു. പിന്നീടാണ് രാമന്റെ ദശരഥ ഗൃഹത്തിലേക്ക് രാമൻ ചെല്ലുന്നത്, യാത്ര പറയാനായി. അപ്പോ ഐശ്വര്യം കൊണ്ട് ലഭിക്കണ എല്ലാ സുഖവും അറിഞ്ഞുള്ളവനാണ് ഞാൻ എന്നൊക്കെ അവിടെ ദശരഥൻ പറയുന്നുണ്ട്. പക്ഷേ നീ അത് അറിഞ്ഞവനല്ല, അതുകൊണ്ട് നീ അത് അറിഞ്ഞിട്ട് വേണം പൂജിക്കാൻ എന്നൊക്കെ ശ്രീരാമനെ ദശരഥനും ഉപദേശിക്കുന്നുണ്ട്. എന്തായാലും ദശരഥൻ ശ്രീരാമൻ പോകുമെന്ന് ഉറപ്പായ സമയത്ത് ലക്ഷ്മണനോട് പറയുന്നു, നീ എത്രയും വേഗത്തില് ആ വഴിയിൽ കൂടെ, രാമൻ പോകുന്ന വഴിയിൽ കൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണം. ധ്യാനങ്ങള്, ക്ഷേത്രങ്ങള്, ഗ്രഹങ്ങള് ഉപേക്ഷിച്ചിട്ട് ഏവരും ഈ രാമന്റെ ഒപ്പം സഞ്ചരിക്കണം പ്രജകളൊക്കെ എന്നൊക്കെ അവിടെ ദശരഥൻ പ്രജകളോട് പോലും രാമനെ കാട്ടിലേക്ക് ഒപ്പം പോവാനായിട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിലൊക്കെ പറഞ്ഞ സമയത്ത് ദശരഥനോട് നമസ്കരിച്ച് രാമൻ പോവാനായിട്ട് തയ്യാറായപ്പോ ദശരഥൻ മൂർച്ഛിച്ചു വീണുകൊണ്ടാണ്. കാരണം 34ാമത്തെ സർഗം ദശരഥ മൂർച്ച, ദശരഥൻ ബോധം കെട്ടു വീണു എന്ന് 34ാമത്തെ സർഗത്തിൽ പറഞ്ഞു. ആ ദശരഥനെ വേണ്ട രീതിയിലൊക്കെ പിന്നെ പരിപാലിച്ചു. അപ്പോഴേക്കും രാമനും സീതാദേവിയും ലക്ഷ്മണനും ഒക്കെ ആ കൊട്ടാരം വിട്ടിറങ്ങിയിരുന്നു. അവര് കാട്ടിലേക്ക് പോകാനായിക്കൊണ്ടുള്ള തീരുമാനത്തിൽ തന്നെയായി. കൈകേയിയാണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ട് സന്തോഷിക്കുക ചെയ്തത് എന്ന് 35ാമത്തെ, പിന്നീട് 36ാമത്തെ സർഗത്തിലായിക്കൊണ്ട് സിദ്ധാർത്ഥന്റെ ഉപദേശമുണ്ട്. ഇച്ഛാകവംശത്തിലെ ദശരഥൻ എന്റെ വംശത്തിൽ തന്നെ പറഞ്ഞതായിട്ടുള്ള വ്യക്തിയായിക്കൊണ്ടാണ് അറിയുന്നത്. അതായത് വയസ്സ്, ബുദ്ധിശാലി എന്നൊക്കെ ഉള്ള ഇതിൽ സിദ്ധാർത്ഥൻ വളരെ പ്രസിദ്ധനായിരുന്നു. അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ചോദിച്ചു, ഏത് രീതിയിലാണ് ഈ യാത്ര ചെയ്യേണ്ട വസ്തുത അങ്ങ് പറഞ്ഞു തരുന്നത്. അപ്പൊ അവിടെ രാജാവ് പ്രജകളുടെ വാക്ക് കേട്ട് അവരുടെ അഭീഷ്ടം സാധിച്ചു കൊടുത്തുകൊണ്ട് വേണം പോവാൻ. അങ്ങനെ പ്രജകൾ കൂടി ആ യാത്രയിൽ പങ്കെടുക്കാൻ
കുറച്ചു ദൂരത്തേക്കെങ്കിലും അവരെ കൊണ്ടുപോകാമെന്ന് ശ്രീരാമൻ തയ്യാറായി. പിന്നെ വൽക്കലമുല്ലായത് ധരിച്ചു എന്ന 37ാമത്തെ സർഗത്തിലായിക്കൊണ്ട് അതായത് സിദ്ധാർത്ഥന്റെ വാക്ക് കേട്ട് വിനയത്തോടെ ദശരഥൻ ഇവർക്കായിക്കൊണ്ട് വൽക്കലം കൊണ്ടുവരാനായിക്കൊണ്ട്. വൽക്കലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മരത്തിന്റെ തോലി കൊണ്ടുണ്ടാക്കുന്നതായ വസ്ത്രങ്ങൾ. കാരണം കാടുകളിലൊക്കെ മരത്തിന്റെ തോലി ആയിട്ട് ഇടപെടലുള്ള ക്രൂരമൃഗങ്ങൾ, വന്യമൃഗങ്ങൾ ആക്രമിക്കില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള കാട്ടില് മുമ്പ് കണ്ടു പരിചയമില്ലാത്ത നിറവും രീതിയും ഒക്കെ ആയാൽ അവരൊന്ന് പെട്ടെന്ന് ആക്രമണശീലരായി തീരും എന്നുള്ളതുകൊണ്ട്. എന്തായാലും രാജാവിന്റെ ഗുരു, ദശരഥന്റെ ഗുരുവായ വസിഷ്ഠൻ സീത മരവുരി ധരിക്കുന്നത് കണ്ടപ്പോൾ കൈകേയിയോട് പറഞ്ഞു, ധർമ്മത്തെ ലംഘിച്ചവളാണ്. 22ാമത്തെ ശ്ലോകം 37ാമത്തെ സർഗം. അതിപ്രവൃത്തിയ ദുർമേദി കൈകേയി കുലവംശനി വഞ്ചേത്വാതുരാജാനപ്രമാണേവതിഷ്ഠസി ജഗന്തചുംബനം ദിവ്യാ സീതയാ ശീലവർത്തിതേ അവിഷ്ടാസ്യതി രാമസ്യ പ്രകൃതമാസനം ആത്മാഹി ധാര സർവേഷാം ധാരസംഗ്രഹവർത്തിനാം ആത്മേയമിതി രാമസ്യ പാലയിഷ്യതി ഭീതിനി. ധർമ്മത്തെ ലംഘിച്ചവരാണ്, ഈ ചിത്തബുദ്ധിയാണ് കണക്ക്. ഇപ്പോൾ നിന്റെ ചിത്തബുദ്ധി കാരണമാണ് ആ രാജാവിനെ ചതിച്ചത്, ദശരഥനെ ചതിക്കുകയാണ് നീ ചെയ്യുന്നത്, മര്യാദയല്ല പ്രവർത്തിച്ചത്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെതായ അനുഭവം ഉണ്ടാവും. അങ്ങനെ ഈ രാമലക്ഷ്മണന്മാരും മരൂരിയൊക്കെ എടുത്തുകൊണ്ട് കാട്ടിലേക്ക് പോകുന്നു. ആ സമയത്ത് കൗസല്യ രക്ഷണ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് കൗസല്യ ശ്രീരാമന് വേണ്ടതായ രക്ഷണ, എല്ലാവിധത്തിലുള്ളതായ രക്ഷയും ഉണ്ടാവട്ടെ. രക്ഷാകവചം 18 ശ്ലോകങ്ങളാണ് ഇവിടെ കൗസല്യയുടേതായിട്ടുള്ള രക്ഷാകവചമാണ്. അതായത് രാമേണ എതിരേ ഭാവേ കിഞ്ചിൽ ശോഭനം അപകാരക വൈദേഹ്യാദർശിതോധമി എന്നൊക്കെ പറഞ്ഞു. പിന്നീട് കൗസല്യാദേവി ശ്രീരാമന് ഉപദേശം കൊടുത്തു പോവാൻ തയ്യാറായതായിട്ടുള്ള ശ്രീരാമനായിക്കൊണ്ട് എന്തായാലും പൗരന്മാരോടുകൂടി ചേർന്ന് ഗംഗാനദി തീരത്ത് എത്തിച്ചേർന്നു. ഗംഗാനദി തീരത്ത് അവരെ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു. രാമലക്ഷ്മണന്മാരും ഒക്കെ ഉറങ്ങാനായിട്ട് തീരുമാനിച്ചു. അപ്പോഴാണ് ഈ ശ്രീരാമൻ പോകുന്നു എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അയോധ്യാവാസികൾ ഇന്നതില്ലാതെ ചോദിച്ചു പോയിരുന്നതാണ്. 41ാമത്തെ സർഗം, 44 സർഗം. അങ്ങനെ അയോധ്യ നഗരവാസികളുടെ ക്ഷോഭത്തെ കാണിക്കുന്നു. അയോധ്യ നഗരവാസികൾ എന്തെന്നില്ലാതെ ചോദിച്ച് പെരുമാറി. ദശരഥനാണെങ്കിൽ രാമൻ പോയതില് വിലപിച്ചു. അവൻ ദശരഥ വിലാപമാണ് പിന്നീട് 42ാമത്തെ സർഗം. ശ്രീരാമൻ പോയതിനു ശേഷം കൗസല്യ എന്തെന്നില്ലാതെ ദുഃഖിച്ച് മോഹിച്ച് വീഴും. അത് 43ാമത്തെ സർഗത്തിലായിട്ട് പറഞ്ഞു. പിന്നീട് 44ാമത്തെ ശ്രീ സുമിത്രയുടെ വാക്യമാണ്. സുമിത്ര രാമന്റെ പരിശുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് എവിടെയൊക്കെ നിങ്ങളുടെ വിഷമമുണ്ടോ അവിടെയൊക്കെ ശ്രീരാമനെ ഓർക്കാനായിക്കൊണ്ട് സുമിത്ര ലക്ഷ്മണനോട് പറയും. ഈ പറഞ്ഞതായിട്ടുള്ള വിദാദാശരഥി വിദ്ധി എന്ന് രാമം ദാശരഥി വിദ്ധി മാം വിദ്ധി ജനകാത്മജ അയോധ്യ അടവി വിദ്ധി ഗച്ഛതാദയദാസുഖം എന്നുള്ളതായിട്ടുള്ള ലക്ഷ്മണനോടായിക്കൊണ്ട് സുമിത്ര ഉപദേശിച്ചു. അങ്ങനെയുള്ള സുമിത്രയുടെ ഉപദേശം കഴിഞ്ഞതിന് ശേഷം അവരെവരും പുറപ്പെട്ടു ചെന്ന തമസ നദിയുടെ തീരത്ത് എത്തിച്ചേർന്നു. ആദ്യ ദിവസം തന്നെ ആ തമസാ നദീ തീരത്ത് എത്തിയപ്പോഴേക്കും ജനങ്ങളൊക്കെ കൂടി അവിടെ എല്ലാവരും കിടന്നുറങ്ങിയ സമയത്ത്, രാത്രി സമയത്ത് ശ്രീരാമൻ ലക്ഷ്മണനെയും സീതയെയും വിളിച്ചുണർത്തി, രാത്രിക്ക് രാത്രി നമ്മൾ ഇവിടുന്ന് പോകണം, പ്രജകൾ ഉണർന്നാൽ നമ്മളെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രജകളെ നമ്മളെ പോകാനായിരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രിക്ക് രാത്രി തന്നെ അവിടെ നിന്ന് ശ്രീരാമൻ പുറപ്പെട്ടു. അപ്പോ രാവിലെ നോക്കിയ സമയത്ത് ഈ പൗരന്മാർക്ക് ഭഗവാനെ കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് പൗരാംഗനാ വിലാപം 48ാമത്തെ സർഗത്തിലായിക്കൊണ്ട് ആ വിലാപത്തെ പറ്റി പറഞ്ഞു. 49ാമത്തെ സർഗത്തിന് കോസല രാജ്യത്തെ തിരിച്ചത് എങ്ങനെ എന്നുള്ള വസ്തുത അവിടെ. പിന്നീട് 50ാമത്തെ സർഗത്തില് ഗുഹനെ ഗുഹന്റെ നീര് കടത്താനായിക്കൊണ്ട് ഗംഗാനദി കടത്താനായിക്കൊണ്ടുള്ള ഗുഹന്റെ അടുത്തെത്തി. അങ്ങനെ ഗുഹനും ലക്ഷ്മണനും തമ്മിലുള്ളതായ ചർച്ച. ആ ചർച്ചയിലാണ് ഗംഗ
മരണത്തെ പറ്റിയിട്ട് പറഞ്ഞത്. അങ്ങനെ ഗംഗ കടന്നു പോവാനായിക്കൊണ്ട് ഗുഹൻ തോണി കൊണ്ടുവന്നു. അങ്ങനെ രാമലക്ഷ്മണന്മാരും സീതയും ആ തോണിയിൽ കയറി അങ്ങനെ ഗംഗ കടത്തിക്കൊണ്ടുപോകുക. അപ്പോഴാണ് രാമലക്ഷ്മണന്മാർ തമ്മിലുള്ളതായ സന്തോഷകരമായിട്ടുള്ള ഒരു സംവാദം. ഈ രാത്രി നമുക്ക് എവിടെയെങ്കിലും കഴിച്ചുകൊണ്ടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ശ്രീരാമൻ ലക്ഷ്മണനോടൊപ്പം ആ രാത്രി ആ കാട്ടിലെ തീരത്തായിക്കൊണ്ട് താമസിച്ചു. അവിടെ വെച്ച് ശ്രീരാമൻ ആ ലക്ഷ്മണന് ഈ കാടിൻ്റെതായ ചില രീതികൾ പറഞ്ഞു കൊടുത്തു. പിന്നെ 54ാമത്തെ സംഘത്തിലായിക്കൊണ്ട് ഭരദ്വാജന്റെ ആശ്രമത്തിലേക്കാണ് വിളിച്ചത്. അങ്ങനെ ഭരദ്വാജൻ അവരെ സ്വീകരിച്ചു, രാമലക്ഷ്മണന്മാരെ സ്വീകരിച്ചു. അങ്ങനെ പിന്നീട് യമുന കടന്നാൽ വാൽമീകി മഹർഷിയുടെ ആശ്രമമുണ്ട്, അവിടെ വാൽമീകിയെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ചിത്രകൂടത്തില് വാൽമീകി പറഞ്ഞ പോലെ ചിത്രകൂടത്തിൽ വസിക്കാൻ ശ്രീരാമൻ തയ്യാറായി എന്ന ഭാഗം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. വാൽമീകി രാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലെ 56ാമത്തെ അധ്യായം വരെ നമ്മൾ ബാക്കി ഭാഗങ്ങൾ സമയം കിട്ടുമ്പോലെ കാണാം. നാളെ ഈ 11 മണി മുതൽ 12 മണി വരെ ഒഴിവില്ല. കാരണം നാളെ ഇവിടെ ഗുരുപൂർണിമ പൂജയൊക്കെ ഉണ്ട്, നാളെ ഓൺലൈൻ ആയിക്കൊണ്ട്. അതുകൊണ്ട് നാളത്തെ ക്ലാസ്